नितिन नवीन जी आगे बढ़ो, नितिन नवीन जी आगे बढ़ो. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ഉന്നത നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് നിതിൻ നബീൻ ബിജെപിയുടെ 12ാമത് പ്രസിഡന്റായി ചുമതലയേറ്റത്. പ്രധാനമന്ത്രി അദ്ദേഹത്തിന് മാലയിട്ട് അഭിവാദ്യമർപ്പിച്ചു. നേതൃമാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ മുതിർന്ന മന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ, നിതിൻ ഗഡ്കരി അടക്കമുള്ള നേതാക്കളും 10,000-കണക്കിന് അണികളും സന്നിഹിതരായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് നിതിൻ നബീനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇനി തന്റെ ബോസാണ് നബീൻ എന്നാണ് മോദി പ്രസംഗത്തിൽ വിശേഷിപ്പിച്ചത്. और जब बात पार्टी के विषयों को आती है तब माननीय नितिन नवीन जी, मैं कार्यकर्ता हूं, वे मेरे बॉस हैं. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലും നിതിൻ നബീന്റെ അധ്യക്ഷതയിലും വരും കാലങ്ങളിൽ ബിജെപി കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ശക്തി തെളിയിക്കുമെന്ന് സ്ഥാനമൊഴിയുന്ന ദേശീയ പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായ ജെ.പി. നദ്ദ പറഞ്ഞു. पुडुचेरी में और तमिलनाडु में हम सरकार बनाएंगे, असम में हम फिर से सरकार में आएंगे और केरल में भी हम अच्छे नतीजे देंगे. इस विश्वास के साथ हम आगे बढ़ रहे हैं. താൻ വെറുതെ ഒരു സ്ഥാനം ഏറ്റെടുക്കുകയല്ല, ഈ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവും പാരമ്പര്യങ്ങളും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വവും കൂടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നതെന്ന് മറുപടി പ്രസംഗത്തിൽ നിതിൻ പറഞ്ഞു. हम वैसे राजनीतिक दल के लोग हैं जहां राजनीतिक सत्ता नहीं साधना है, राजनीतिक भोग नहीं त्याग है, राजनीतिक ऐशो आराम नहीं तपस्या है, राजनीतिक कोई पदभार नहीं उत्तरदायित्व है. കേരളം, തമിഴ്നാട്, ബംഗാൾ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് പുതിയ അധ്യക്ഷനെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പാർട്ടി ഭരണഘടനയനുസരിച്ച് 3 വർഷമാണ് കാലാവധി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.